ആളുകളുടെ മാനസിക സംഘർഷങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ നിരന്തരമായി കുടിയിറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് വ്യവസായ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനല്ല, വ്യക്തിപരമായി എന്റെ തൊഴിൽപരമായ മേഖലയിലാണ്. 20 വർഷത്തോളം ജനിച്ച നാട്ടിൽ വളർന്ന് സാമാന്യം ഭേദപ്പെട്ട വേദികൾ ഉണ്ടായതിനു ശേഷമാണ് അവിടെ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് ഞാൻ പറിച്ചു നടപ്പെടുന്നത്. അവിടെ ഒരു 5-6 വർഷം കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് വേറൊരു ജില്ലയിലേക്ക് പറിച്ചു നടപ്പെടുന്നു. അവിടെ ഒരു 5-10 വർഷക്കാലം കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് പറിച്ച് വേറൊരു ജില്ലയിലേക്ക് മാറപ്പെടുന്നു. അവിടെ നിന്ന് വീണ്ടും പറിച്ച് അവസാനം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കാലടിയിലാണ്. വല്ലാത്ത ഏറ്റവും വലിയൊരു മാനസിക വ്യഥ എന്ന് പറയുന്നത് വേദികൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെ. അത് വല്ലാത്തൊരു മാനസിക സംഘർഷം തീർച്ചയായിട്ടും അതിന് എന്നിട്ട് കഴിഞ്ഞാൽ അതിന് വിധേയമാകുന്ന വ്യക്തികളിൽ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ നോവലിൽ എങ്ങനെയാണ് അതിന്റെ മാനസിക സംഘർഷങ്ങളെ വിശദീകരിച്ചിരിക്കുന്നത്, വിശകലനം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ക്രമപ്രവൃത്തമായി വാർത്തീകരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും അത് മനുഷ്യന്റെ പക്ഷത്തു നിന്നുകൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ജേക്കബ് നായകത്തോടുള്ള മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കാനേ ആവൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ.